ഹായ്, നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു സെക്കൻഡ് യൂസ്ഡ് ബൈക്ക് എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. നമുക്ക് വീഡിയോയിലോട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ ബോഡിയും കാര്യങ്ങളെല്ലാം നോക്കുക. അതായത് ടാങ്കും കാര്യങ്ങളൊക്കെ ചളുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ. ഇതുണ്ട്, ഇതിപ്പം ടാങ്കും കാര്യങ്ങളൊക്കെ പക്ക വൃത്തിയാണ്. സൈഡും കാര്യങ്ങളെല്ലാം നോക്കുക. അതുപോലെ തന്നെ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് തുരുമ്പ്. അതിപ്പം ഇത് കോട്ടയം വണ്ടിയായതുകൊണ്ട് ഇതിൽ അത്രയും തുരുമ്പും കാര്യങ്ങളും ഇല്ല. ഇപ്പം വേറൊരു ജില്ലയിലുള്ള വണ്ടിയാണ്, മെയിനായിട്ട് തുരുമ്പും കൂടെ നോക്കണം. ഇപ്പം മൊത്തത്തിൽ ഓൾ ഓവർ ഒരു വൃത്തിയും കാര്യങ്ങളും ചെക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് നോട്ടത്തിൽ തന്നെ അറിയാം. കാരണം വൃത്തി ഉണ്ടായാൽ നമുക്ക് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വൃത്തിയില്ലാത്തൊരു വണ്ടി വില കുറച്ച് എടുക്കുന്നതിനേക്കാളും ഭേദം വൃത്തിയുള്ളൊരു വണ്ടി എടുക്കുന്നത് നല്ലത്. അതുപോലെ നമ്മൾ അടുത്ത മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒന്നാണ് വണ്ടിയുടെ ടയർ. 2 ടയറും നോക്കുക. ടയറും കാര്യങ്ങളും, ടയർ ലൈഫ് എത്ര ഉണ്ടെന്ന് നോക്കുക. അതുപോലെ ടയർ വെട്ടി ചെയ്യുന്നുണ്ടോ നോക്കുക. ഇതുണ്ട്, ഇതിപ്പം നല്ല ടയറാണ്, കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ബൈക്ക് എടുക്കാൻ പോകുമ്പോൾ, സെക്കൻഡ് യൂസ്ഡ് ബൈക്ക് എടുക്കാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ RC ബുക്ക് എടുക്കുക. RC ബുക്ക് എടുത്തിട്ട് RC ബുക്ക് വണ്ടിയുടെ ചേസ് നമ്പർ ഉണ്ട്. ഇതാണ് വണ്ടിയുടെ ചേസ് നമ്പർ വരുന്നത്. ഈ ചേസ് നമ്പർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻജിൻ നമ്പർ വരും നമ്മൾ എൻജിൻ്റെ താഴെ ഇവിടെയായിട്ടാണ്, അതും കൂടെ ചെക്ക് ചെയ്യുക. അടുത്ത വണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വണ്ടിയുടെ എൻജിൻ്റെ ഭാഗങ്ങൾ. ഇപ്പം എൻജിൻ്റെ അകത്ത് ആദ്യം എൻജിൻ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് വണ്ടിക്കകത്ത് ഓയിലുണ്ടോ എന്ന് നോക്കണം. ഓയിലുണ്ടായാലേ ഇതെല്ലാം കാണിക്കുകയുള്ളൂ. ഇപ്പം ഇത് വണ്ടിയുടെ ഓയിൽ ലെവൽ നോക്കുന്ന ഒരു സ്ക്രീനാണ്. ഇപ്പം പുതിയ മോഡൽ വണ്ടിയിലല്ലാത്തതുകൊണ്ട്, അല്ലാത്ത ചിലത് ഇങ്ങനെ നമ്മൾ ചെയ്ത് ഇട്ട് നോക്കുക ചെയ്യുന്നത്. ഇതിപ്പം ഇതിനകത്ത് ലെവൽ നോക്കുക, ഓയിലുണ്ടോ എന്ന് നോക്കുക. ഓയിൽ ലെവൽ കറക്റ്റ് ആണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം കാണിക്കും. പിന്നെ അടുത്ത് വരുമ്പം എൻജിന് ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ നോക്കുക. ഇത് വരുമ്പം ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നും എൻജിനിലില്ല. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കുക. വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പം ആക്സിലേറ്റർ കൊടുത്ത് നോക്കാം. ആക്സിലേറ്റർ കൊടുക്കുമ്പം സൈലൻസറിൽ നിന്ന് വെള്ളപ്പുകയോ കാര്യങ്ങളോ വല്ലതും വരുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ സിലിണ്ടറും പോയതാണ്. അതായത് ഓയിൽ കയറി കത്തുന്നതുകൊണ്ട്. അതായത് നമ്മൾ പഴയ 4 സ്ട്രോക്ക് വണ്ടിയില്ല, 200 അല്ല RS 200 ഒക്കെ ഓടിക്കുന്നത്, ഒരു പുക വരത്തില്ലേ, ആ പുക ഒരു മണമൊക്കെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പോയെന്ന് അതിൻ്റെ മീനിങ്. അതുപോലെ നമുക്ക് സൈലൻസറെ കൈ വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിപ്പം കരിയുള്ളൂ, മറ്റൊരു ചെറിയ ഒരു നനവ് പോലെ വരും. അത്യാവശ്യം പിസ്റ്റൺ സിലിണ്ടറും പോയ വണ്ടിയാണെങ്കിൽ. പിന്നെ എൻജിൻ നോയ്സ് നോക്കാൻ ഒരു എളുപ്പം എന്ന് പറഞ്ഞാൽ, ഇപ്പം വണ്ടിയെ സൈലൻസർ ഒന്ന് ചവിട്ടി പിടിച്ചിട്ടൊന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ കറക്റ്റ് വണ്ടിയുടെ എൻജിൻ നോയ്സ് അറിയാൻ പറ്റും. അതായത് നമുക്ക് അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിക്കണം. അടുത്ത് ഇനി ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റും കാര്യങ്ങളും ചെക്ക് ചെയ്യുക. അത് സെൻറ്റർ സ്റ്റാൻഡ് ഇട്ടിട്ട് നമ്മളൊന്ന് ശരിക്കുക, ഓവർ കട്ടിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുക. ഇതിപ്പോൾ നിലവിൽ ഫ്രണ്ട് തട്ടി നിൽക്കുന്നു. ഇപ്പം നമുക്ക് ഇതേ നോക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് വണ്ടിക്ക് ഓടിച്ച് നോക്കുമ്പോൾ സൈഡ് വലിവോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് വല്ലതും നോക്കുക. കാരണം സൈഡ് വലിവ് ഒക്കെ ഉണ്ട്, അത് ഒത്തിരി കാരണങ്ങളാണ് വരുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ട്, ഒരു മെക്കാനിക്കിനെ കാണിച്ച ശേഷം വണ്ടി എടുക്കാവുള്ളൂ. വണ്ടിയുടെ 2 ഷോക്ക് ഓഫ്സറും ചെക്ക് ചെയ്ത് വേണം. ഷോക്ക് ഓഫ്സറിൽ നിന്ന് ലീക്ക് ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിക്കണം. 2 ഷോക്ക് ഓഫ്സറും നോക്കിക്കണം ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന്. പിന്നെ നമ്മളൊരു സെക്കൻഡ് ബൈക്ക് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ഒന്നാണ് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളും ഇൻഡിക്കേറ്ററും എല്ലാം ഇട്ട് നോക്കുക, വർക്കിംഗ് ആണോ എന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ശകലം ദൂരം ഓടിച്ച് നോക്കുക, മിസ്സിങ്ങോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് അറിയാം, സൈഡ് പോലും ഉണ്ടോ എന്ന് അറിയാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇത്രയും ചെയ്തിട്ട് നമ്മളൊരു സെക്കൻഡ് വണ്ടി മാക്സിമം എടുക്കാവുള്ളൂ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത പ്രാവശ്യം കാണാം.